സോ നമ്മൾ ആൽബുമിനസും നോൺ ആൽബുമിനസും പറഞ്ഞു. അതുപോലെ വേറൊരു ടൈപ്പ് സീഡ് അല്ലെങ്കിൽ സീഡിലുള്ള വേറൊരു പ്രത്യേകത പറയുകയാണെങ്കിൽ ആ ടൈപ്പാണ് പെരിസ്പേം എന്ന് പറയും. സോ നമ്മൾ എംബ്രിയോസാഗ് പഠിച്ചപ്പോൾ പറഞ്ഞതാണ് ന്യൂസെല്ലസ്, ഇൻഡെഗ്യുമെൻറ്റുകൾ, ഔട്ടർ ഇൻഡെഗ്യുമെൻറ്റ്, ഇന്നർ ഇൻഡെഗ്യുമെൻറ്റ്, അത് കഴിഞ്ഞ് അതിൽ റിസർവ് ഫുഡ് മെറ്റീരിയലുള്ള ന്യൂസെല്ലസ്, നമ്മുടെ പോളൻ ഗ്രെയിനിലെ ടെപ്പീറ്റം പോലെ തന്നെ ഫീമെയിൽ ഗാമറ്റോഫൈറ്റിൽ കാണുന്ന ന്യൂസെല്ലസ്, റിസർവ് ഫുഡ് എംബ്രിയോസാക്കിനെ ഡെവലപ്പ് ചെയ്യാനായിട്ട് കൊടുക്കുന്ന ന്യൂസെല്ലസ്. ഈ സീഡായിട്ട് ഡെവലപ്പ് ചെയ്യുമ്പോൾ ഈ ന്യൂസെല്ലസിൻ്റെ ഭാഗങ്ങൾ അങ്ങനെ തന്നെ അവശേഷിക്കുകയാണെങ്കിൽ, റെമനൻസ് ഓഫ് ന്യൂസെല്ലസ് അങ്ങനെ തന്നെ അവശേഷിക്കുകയാണെങ്കിൽ, അല്ലെങ്കിൽ റെസിഡ്യുവൽ പെർസിസ്റ്റൻറ്റ് ന്യൂസെല്ലസ്, ഒരു സീഡിൽ ന്യൂസെല്ലസിൻ്റെ ഭാഗങ്ങൾ അങ്ങനെ തന്നെ നിൽക്കുകയാണെങ്കിൽ അതിനെ വിളിക്കുന്ന പേരാണ് പെരിസ്പേം. മറ്റേത് നമ്മൾ ആൽബുമിനസും നോൺ ആൽബുമിനസും പറഞ്ഞത് എൻഡോസ്പേം യൂട്ടിലൈസ് ചെയ്തോ ഇല്ലയോ എന്നതിൻ്റെ ബേസിലാണ് നോൺ ആൽബുമിനസും ആൽബുമിനസും. ഇവിടെ ന്യൂസെല്ലസിൻ്റെ ഭാഗങ്ങൾ അങ്ങനെ തന്നെ സീഡിൽ നിൽക്കുകയാണെങ്കിൽ, സോ റെമനൻസ് ഓഫ് ന്യൂസെല്ലസ് അഥവാ റെസിഡ്യുവൽ പെർസിസ്റ്റൻറ്റ് ന്യൂസെല്ലസ് ഇൻ എ സീഡിൽ അങ്ങനെ നിൽക്കുകയാണെങ്കിൽ അതിനെ വിളിക്കുന്ന പേരാണ് പെരിസ്പേം. വളരെ ഇമ്പോർട്ടൻ്റ് ആണ് പെരിസ്പേം. അതിന് എക്സാമ്പിളാണ് നമുക്ക് കാണപ്പെടുന്ന ബ്ലാക്ക് പെപ്പറിൽ ന്യൂസെല്ലസ് ആ സീഡിൽ തന്നെ കാണാൻ പറ്റും, റെമനൻറ്റ് പാർട്സ് ഓഫ് ന്യൂസെല്ലസ്. അതുപോലെ ബീറ്റും, ബ്ലാക്ക് പെപ്പറും ബീറ്റൊക്കെ റെമനൻസ് ഓഫ് ന്യൂസെല്ലസിൻ്റെ ഭാഗങ്ങൾ അങ്ങനെ തന്നെ സീഡിൽ കാണുന്ന പെരിസ്പേമിന് എക്സാമ്പിളാണ്. ഇനി നമ്മൾ പറഞ്ഞു കുറേ ചേഞ്ചുകൾ ഉണ്ടാവും എന്ന് പറഞ്ഞിരുന്നു. വാട്ടർ കണ്ടൻറ്റ് കുറയും, ആ മൈക്രോപൈൽ സ്മോൾ പോറായിട്ട് നിൽക്കും, അതിലൂടെ ഓക്സിജൻ അല്ലെങ്കിൽ അതർ മെറ്റീരിയൽസ് സീഡ് ജെർമിനേറ്റ് ചെയ്യാനുള്ള കാര്യങ്ങളൊക്കെ അതിന് കിട്ടിക്കൊണ്ടിരിക്കും. അതുപോലെ തന്നെ ഒരു ഇനാക്റ്റീവ് സ്റ്റേജായ ഡോർമൻസിയിലൂടെ കടന്നു പോകും എന്നൊക്കെ പറഞ്ഞു. ഇനി ഫെർട്ടിലൈസേഷൻ കഴിഞ്ഞാൽ എന്തൊക്കെ സംഭവിക്കുന്നു? പോസ്റ്റ് ഫെർട്ടിലൈസേഷൻ്റെ സ്റ്റേജുകൾ പറഞ്ഞു. എന്തൊക്കെയായിരുന്നു? എൻഡോസ്പേം ഡെവലപ്മെൻറ്റ് പറഞ്ഞു, എംബ്രിയോ ഡെവലപ്മെൻറ്റ് പറഞ്ഞു, അതിനുശേഷം നമ്മൾ സീഡ് എന്താണെന്ന് പറഞ്ഞു. ഇനി ഈ ചേഞ്ചുകളിൽ ഫൈനലി അറ്റ് ലാസ്റ്റ് എന്തൊക്കെ സംഭവിക്കുന്നു? ഓവ്യൂള് മെച്ചുർ ചെയ്ത് സീഡുകളായിട്ട് മാറുന്നു, ഓവ്യൂള് മെച്ചുർ ചെയ്ത് സീഡായിട്ട് മാറുന്നു, ഓവറി ഫ്രൂട്ടായിട്ട് ഡെവലപ്പ് ചെയ്യുന്നു. അതോടൊപ്പം തന്നെ ഓവറിയുടെ വോൾ ഓഫ് ദ ഓവറി എന്ന് പറഞ്ഞാൽ ഓവറി എന്തായിട്ട് മാറാൻ പോവുകയാണ്? ഫ്രൂട്ടായിട്ട് മാറും. സോ ഫ്രൂട്ടിൻ്റെ വോളായിട്ട് മാറും. സോ വോൾ ഓഫ് ദ ഓവറി ഫ്രൂട്ട് വോളായിട്ട് നമ്മൾ പറഞ്ഞതാണ്. ഫ്രൂട്ടിൻ്റെ വോളിനെ വിളിക്കുന്ന പേരാണ് പെരികാർപ്പ്. സോ വോൾ ഓഫ് ദ ഓവറി പെരികാർപ്പായിട്ട് മാറുന്നു, ഓവറി മെച്ചുർ ചെയ്ത് സീഡായിട്ട് മാറുന്നു, ഓവറി ഡെവലപ്പ് ചെയ്ത് ഫ്രൂട്ടായിട്ട് മാറുന്നു.